ഇപ്പം നമ്മളിവിടെ നേരത്തെ കേട്ടു എന്താണ്? 7 പ്രാവശ്യം രക്തം തളിക്കണം. എത്ര പ്രാവശ്യം? ഉറക്കെ പറഞ്ഞ്. നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നു യേശു 7 സ്ഥലത്ത് രക്തം ചിന്തി. പഴയ നിയമത്തിൽ ആടിനെ കൊന്ന് 7 പ്രാവശ്യം രക്തം തളിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് നമ്മൾ കാണുന്നു അവിടെ 7 പ്രാവശ്യം യേശു രക്തം ചിന്തുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ശുശ്രൂഷയിൽ പള്ളിയിൽ വായിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കണക്ഷൻ ഉണ്ടായാൽ മാത്രമാണ് ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിടുതലിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത് നമ്മൾ കാണുന്നു യേശു തൻ്റെ അവസാനത്തെ ശുശ്രൂഷ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നീസാൻ മാസം 14-ാം തീയതി. എന്താ മാസം? ഹീബ്രു കലണ്ടറിലുള്ള 1-ാമത്തെ മാസമാണ് നീസാൻ മാസം. നീസാൻ മാസം 14-ാം തീയതിയാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ജനം കടന്നു വന്നത്. കടന്നു വരുന്നതിന് മുൻപ് ആടിനെ കൊന്ന് ബലിയർപ്പിച്ച് അതിൻ്റെ മാംസം തിന്ന് രക്തം കൊണ്ട് മുദ്രിതമാക്കിയത് ഈ നീസാൻ മാസം 14-ാം തീയതിയാണ്. അന്നാണ് പെസഹ ആചരിക്കുന്നത്. അതുകൊണ്ട് യേശു ഈ പെസഹ ആചരിക്കുന്നതിൻ്റെ തലേ ദിവസം ഗെത്സെമൻ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. എവിടെ പോയി പ്രാർത്ഥിക്കുന്നു? ഗെത്സെമൻ എന്ന വാക്കിൻ്റെ അർത്ഥം എണ്ണച്ചക്ക് എന്നാണ്. എന്താണ്? നിങ്ങൾ കൊപ്ര ആട്ടുന്ന ചക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇപ്പോൾ എക്സ്പെല്ലറൊക്കെയാണ്. പണ്ട് കാലത്ത് എന്താണ്? വലിയൊരു ട്രയാങ്കിൾ ഷേപ്പിലൊരു പാത്രം, അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു മരത്തിൻ്റെ കട്ട അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കട്ട, അതിന് ചുറ്റും ഒന്നല്ലെങ്കിൽ കാളയെ നടത്തിക്കുന്നു, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ മോട്ടർ വെച്ച് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇത് തിരിയുന്നു. ആ തിരിയുന്ന സമയത്ത് എണ്ണയാട്ടി കടന്നു വരുന്നു. ഇതിനെ ഈ എണ്ണച്ചക്കിനെ ആണ് എന്തെന്ന് പറയുന്നത്? ഗെത്സെമൻ എന്ന് പറയുന്നത്. ഇപ്പം ഗെത്സെമിൻ തോട്ടമായിരുന്നു എന്ന് പറയുന്നു. എന്ത് തോട്ടമായിരുന്നു? അവിടെ എന്താണ് കൃഷി ചെയ്തിരുന്നത്? എന്താണ് ഗെത്സെമിൻ തോട്ടത്തിൽ കൃഷി ചെയ്തിരുന്നത്? ആലോചിച്ച സമയം കളയണ്ട. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഞാൻ എൻ്റെ ആരോഗ്യം അനുവദിക്കുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഗെത്സെമൻ തോട്ടത്തിൽ ഒലിവ് മരമാണ് കൃഷി ചെയ്തിരുന്നത്. എന്ത് മരം? ഈ ഒലിവ് മരത്തിൽ കായ്ക്കളുണ്ടാവും. ആ കായ്ക്കൾ ഉണക്കി അതിൻ്റെ കുരു ഈ ചക്കിലിട്ട് ആട്ടി അതിൻ്റെ എണ്ണയെടുത്ത് ജെറുസലേം ദേവാലയത്തിലെ വിളക്കുകൾ കത്തിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇതൊരു പ്രതീകമാണ്. ഒലിവ് മരം, എണ്ണച്ചക്ക്, ഒലിവ് മരത്തിൻ്റെ കുരുക്കളെടുത്ത് എണ്ണച്ചക്കിലാട്ടി അതിൻ്റെ എണ്ണയെടുത്ത് ജെറുസലേം ദേവാലയത്തിലെ വിളക്കുകൾ കത്തിക്കുന്നു. യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്താ പറഞ്ഞേ? ഞാൻ ലോകത്തിൻ്റെ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൂട്ടി കണക്ട് ചെയ്ത് ചിന്തിക്കണം. നമ്മൾ തുടർന്ന് വായിക്കുന്നു, ഗെത്സെമൻ തോട്ടത്തിൽ വന്ന് യേശു പ്രാർത്ഥിക്കുന്നു. യേശു എന്താ ചെയ്ത്? ഗെത്സെമൻ തോട്ടത്തിൽ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്? തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഉറക്കെ പറഞ്ഞേ. യേശു തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ആ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം, എണ്ണച്ചക്കിൽ എണ്ണക്കുരുക്കളിട്ട് ചക്ക് ആട്ടുന്ന സമയത്ത് കുരു ഉടഞ്ഞ് അതിൽ നിന്ന് എണ്ണ വരുന്ന പോലെ യേശുവിൽ നാളെ ആരംഭിക്കുന്ന പീഡ, സഹനം, മരണം ഇതെല്ലാം യേശുവിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളായി മാറി. അപ്പോൾ തീക്ഷ്ണമായി തീവ്രമായി പ്രാർത്ഥിക്കുന്നു. ആ തീവ്രമായി പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കാൻ ഈ ഹാളിലേക്ക് കടന്നു വരുന്ന സമയത്ത് മുകളിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഇരിക്കാറ്. ആ മുകളിലേക്ക് നോക്കുന്നത് ദൈവത്തെ നോക്കിയതല്ല, കറങ്ങുന്ന ഫാനാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിരുന്നത്. അതിൻ്റെ കാരണം നമ്മൾ വിയർക്കും എന്നതുകൊണ്ടാണ്. എന്നാൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശു വിയർക്കുകയല്ല ചെയ്ത്, രക്തമാണ് വിയർത്തത്. എന്താണ് വിയർത്തത്? ഉറക്കെ പറഞ്ഞേ. യേശുവിൻ്റെ രക്തം ജയം. ഉറക്കെ പറഞ്ഞേ. യേശുവിൻ്റെ രക്തം ജയം. അടുത്തിരിക്കുന്ന ആളുകൾ ഉറങ്ങുണ്ടെങ്കിൽ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ രക്തം ജയം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
അപ്പോൾ യേശു ഇവിടെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? യേശു രക്തം വിയർക്കുന്നു. അല്ലെങ്കിൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് വിയർക്കുകയല്ല ചെയ്തത്, രക്തമാണ് വരുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് രക്തമാണ് വിയർത്തതെങ്കിൽ നമ്മളെ അത് എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പലരും പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്ന സമയത്ത് പല വിചാരങ്ങൾ കടന്നു വരുന്നു. അങ്ങനെയുള്ള ആളുകളൊന്ന് കൈ ഉയർത്തി കാണിച്ചേ. പ്രാർത്ഥിക്കുന്ന സമയത്ത് പല വിചാരം കടന്നു വരുന്നു. കൈ താഴെട്ടോ. ബഹുഭൂരിപക്ഷം ആളുകൾ അതിൽപ്പെട്ട ആളുകളാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ ശരീരം അവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് പലപ്പോഴും ഈ മൊബൈൽ ഫോൺകാർ പറയുന്ന പോലെ റോമിങ്ങിലാണ്. മനസ്സ് റോമിംഗ് ആണ്. ശരീരം അവിടെ ഉണ്ട്. യാന്ത്രികമായി പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ യഥാർത്ഥമായ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ, ഈ കൈ ഉയർത്തിയവരും കൈ ഉയർത്താത്തവരും ഇത് ഓൺലൈനിലൂടെ കണ്ടു നിൽക്കുന്ന ആളുകളോടും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ഒരു ലളിതമായൊരു പ്രാർത്ഥന ചൊല്ലുക. ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിത്തരാം. യേശുവേ, ഗെത്സമൻ തോട്ടത്തിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, ഗെത്സമൻ തോട്ടത്തിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. തീവ്രമായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പല വിചാരം വരുന്ന സമയത്ത് നിങ്ങൾ ഈ ലളിതമായ പ്രാർത്ഥന ചെയ്യാൻ മതി. യേശു തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർത്തുന്നെങ്കിൽ ആ രക്തം വിയർത്തത് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ ബന്ധിക്കുന്നു, അന്നാസിൻ്റെ ഭവനത്തിൽ കൊണ്ട് വിചാരണ നടത്തുന്നു. അന്നാസ് അവിടുത്തെ പഴയ മഹാപുരോഹിതനാണ്. തുടർന്ന് മഹാപുരോഹിതനായ കയ്യപ്പാസിൻ്റെ വീട്ടിൽ കൊണ്ട് വിസ്താരണ നടത്തുന്നു. അത് കഴിഞ്ഞ് സെൻഹെദ്രീൻ സഭ വിസ്തരിക്കുന്നു. അങ്ങനെ 3 മതകോടതികളിൽ വിസ്താരണയും വിചാരണയും നടക്കുന്നു. അതിനുശേഷം പീലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്ന് വിസ്താരണ നടത്തുന്നു. ആ വിസ്താരണ നടന്ന സമയത്ത് ആദ്യ വിസ്താരണ, 2 വിസ്താരണ പീലാത്തോസിൻ്റെ അടുത്ത് നടക്കുന്നുണ്ട്. ആദ്യ വിസ്താരണയിൽ പറയുന്നു, റോമൻ നിയമങ്ങളനുസരിച്ച് ഇവനിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു, അവനെ യഹൂദ നിയമം അനുസരിച്ച് ദൈവദൂഷണം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 1 × 40 അടി കൊടുക്കാൻ പറഞ്ഞു. എത്ര അടി കൊടുക്കാൻ പറഞ്ഞു? ഉറക്കെ പറഞ്ഞേ, എത്ര അടി കൊടുക്കാനാണ് പറഞ്ഞേ? 1 × 40 അല്ലെങ്കിൽ 39 അടി കൊടുക്കാൻ പറഞ്ഞു. 39 അടി കൊടുക്കാൻ പറയില്ല, കാരണം ഏറ്റവും വലിയ ശിക്ഷയാണ് 40ഉം 40ൻ്റെ ഗണിതങ്ങളായിട്ടാണ് ശിക്ഷ കടന്നു വരുന്നത്. എല്ലാം യഹൂദരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ശിക്ഷ കണക്കാക്കത്തക്ക 40ൻ്റെ ഗണിതങ്ങളായിട്ടാണ്. 400 വർഷക്കാലം ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നെങ്കിൽ അത് പറയുന്ന സമയത്ത് 40 × 10 എന്നാണ് പറയുന്നത്. ചെങ്കടൽ കടന്നു വന്നു കഴിഞ്ഞിട്ട് മൊവാബ് മരുപ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നത് 40 വർഷമാണ്. ദേശം ഉറ്റുനോക്കാനായിട്ട് കടന്നുപോയ സമയത്ത് 40 ദിവസമാണ് ജെറീക്കോ കോട്ടയ്ക്കുള്ളിൽ കടന്ന് ദേശം ഉറ്റുനോക്കാൻ പോയത്. കാനാൻ ദേശം കാണാൻ പോയത് 12 ചാരന്മാരെ അയച്ച സമയത്ത് 40 ദിവസമാണ് ഉറ്റുനോക്കാൻ പോയത്. അവസാനം ഈ ദേശം ആക്രമിക്കുന്നതിന് മുമ്പ് ജോഷുവയും കാലേബും കൂടെ കടന്നു ചെന്ന സമയത്തും 40 ദിവസം ചുറ്റിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. മോശ പ്രാർത്ഥിക്കാൻ വേണ്ടി സീനായ് മലയുടെ മുകളിൽ കയറിപ്പോയത് 40 ദിവസമാണ്. യേശു 40 ദിവസമാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് ദൈവം നൽകുന്നൊരു ശിക്ഷയുടെ പ്രതീകമായിട്ട് 40 എന്ന സംഖ്യ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് 40 എന്ന സംഖ്യ പറയാൻ പാടില്ലാത്തതുകൊണ്ട് 1 × 40 എന്നാണ് ശിക്ഷാവിധി കൊടുത്തത്. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായാലും മാത്രം കൈയടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. ഇപ്പോൾ പിലാത്തോസിൻ്റെ അരമനയിൽ, ആ അരമനയോട് ചേർന്ന് ചില ബൈബിളിൽ, മലയാളം ബൈബിളിൽ കൽത്തളം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ചില മലയാളം ബൈബിളിലും ചില ഇംഗ്ലീഷ് ബൈബിളിലും ഗബാത്ത എന്നൊരു വാക്കാണ് ഉപയോഗിച്ചത്. എന്താണ് വാക്ക്? ഉറക്കെ പറഞ്ഞേ, കൈ ഉയർത്തി പറഞ്ഞേ, ഉറക്കൊന്നും പോട്ടെ. എന്താണ്? ഗബാത്ത, കൽത്തളത്തിൽ കൽത്തൂണിൽ കെട്ടിക്കൊണ്ട് 39 പ്രാവശ്യം ചമ്മട്ടികൾ കൊണ്ട് യേശുവിനെ അടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. പീലാത്തോസിൻ്റെ 3 മതകോടതികളിൽ ഇവൻ മതക്കുറ്റം ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ പീലാത്തോസിൻ്റെ മുൻപിൽ വരുന്ന സമയത്ത് ഒരു സെക്യുലർ കോടതിയാണ്.
അത് രാജ്യത്തിൻ്റെ കോടതിയാണ്. ഈ റോമൻ നിയമങ്ങളനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ റോമൻ നിയമങ്ങളുള്ള കോടതിയിൽ വന്നപ്പോൾ പറയുന്നു, ഇവിടെ റോമൻ നിയമം അനുസരിച്ച് യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് കോടതിയും ന്യായാധിപനും പറയുന്നു. പക്ഷേ ജനത്തെ പ്രീതിപ്പെടുത്തുവാൻ 39 പ്രാവശ്യം ചമ്മട്ടികൾ കൊണ്ട് അടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം, ഈ ഗബാത്ത കൽത്തളം നമ്മളോട് എന്താണ് ഈ കാലഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കുറ്റവും ചെയ്യാതിരിക്കുന്ന സമയത്തും പലപ്പോഴും നമ്മുടെ മേൽ കുറ്റാരോപണങ്ങൾ നടക്കുന്നു. നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ല, പക്ഷെ നമ്മളെ പലപ്പോഴും തെറ്റുകാരനും തെറ്റുകാരിയുമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ചെയ്യാത്ത അപരാധങ്ങളും ദോഷങ്ങളും നമ്മുടെ മേൽ ആരോപിക്കുന്നു. അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കുമ്പോൾ നമുക്ക് വേദന വരുന്നു, ദുഃഖം വരുന്നു. ചിലപ്പോൾ അത് കോപമാവുന്നു, വെറുപ്പാവുന്നു, വൈരാഗ്യമാവുന്നു, വിദ്വേഷമായി മാറുന്നു. അത് പിന്നീട് വലിയ മാനസികമായ അകൽച്ചയിലേക്ക് നയിക്കുന്നു. എന്നിട്ട് പലപ്പോഴും പറയാറുണ്ട്, ചെയ്ത കുറ്റത്തിനാണെങ്കിൽ ഇത് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, ചെയ്യാത്ത കുറ്റം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ ഒരു ദുഃഖകരമായ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരൊന്ന് കൈയുയർത്തി കാണിച്ച്, കുറ്റമൊന്നും ചെയ്തില്ല, പക്ഷെ പല വിധത്തിലുള്ള കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുന്നു, അത് മനസ്സിനെ വേദനിക്കുന്നു. എന്നിട്ട് അറിയാതെ പറയാണ്, ഞാൻ കുറ്റം ചെയ്തിട്ടാണെങ്കിൽ എന്നെ ആരോപിച്ചോട്ടെ, കുറ്റം ചെയ്യാതെ ആരോപിച്ചതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ആളുകളെ കാണുന്ന സമയത്ത് വഴക്കൊന്നുമില്ല, ധ്യാനത്തിന് പോകുന്ന ആളാണല്ലോ, അതുകൊണ്ട് ആൾ അവിടെ നിന്ന് വരണ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറി നിൽക്കും, ഇയാൾ പോയിട്ട് പിന്നെ അങ്ങോട്ട് വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആൾ വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവില്ല, ആൾ പോയതിന് ശേഷമേ നമ്മൾ വരുള്ളൂ. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ ക്ഷമിക്കുന്ന സ്നേഹമാണ്, ദൈവസ്നേഹമാണ്, ധ്യാനത്തിന് പോവും, എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കാനും പോവും എന്നൊക്കെ പറയും. അപ്പോൾ ഇത് മനസ്സിനെ വേദനിപ്പിക്കുന്ന മാനുഷികമായിട്ടുണ്ടാവുന്ന ഒരു പ്രയാസമാണ്. അങ്ങനെ മാനുഷികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന് ഈ ദൈവവചനം നമ്മളോട് എന്താ സംസാരിക്കുന്നത്? ഗബാത്ത കൽത്തളത്തിൽ കുറ്റമില്ല എന്ന് കോടതിയും ന്യായാധിപനും വിധിച്ചിട്ടും ശിക്ഷ ലഭിച്ച യേശു അവിടെ രക്തം ചിന്തുന്നു. ആ രക്തം എന്ത് വേണം? നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകി വരികയും നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും അത് നമ്മളെ ഒരു പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റും. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, യേശുവേ, ഗബാത്ത കൽത്തളത്തിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ ചിന്തയെയും ബുദ്ധിയെയും ഓർമ്മയെയും കഴുകണമേ. ചെയ്യാത്ത തെറ്റിന് എൻ്റെ മേൽ കുറ്റാരോപണം നടത്തുമ്പോൾ, എൻ്റെ മനസ്സ് വേദനിക്കുമ്പോൾ എനിക്ക് ആശ്വാസം നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നിങ്ങൾ ഈ സ്റ്റേജിലുള്ള ഈ യേശുവിൻ്റെ രൂപത്തിലേക്ക് നോക്കുക. ഇത് ഗബാത്ത കൽത്തളത്തിൽ യേശുവിനെ ചമ്മട്ടികൾ കൊണ്ട് അടിക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ പിന്നീട് കാണുന്നു, യേശുവിനെ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോയി വിചാരണ നടത്തുന്ന സമയത്ത് ഹെറോദോസിന് യേശു എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നോക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഹെറോദോസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വീണ്ടും പീലാത്തോസിൻ്റെ അരമനയിലേക്ക് തന്നെ അയക്കുന്നു. ആ പീലാത്തോസിൻ്റെ അരമനയിൽ കൊണ്ടുവന്ന സമയത്ത് അവർ 2 കാര്യങ്ങൾ ചെയ്തു. നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, നീ തന്നെ പറയുന്നു എന്ന് പറയുന്നു. ഞാൻ യഹൂദരുടെ രാജാവാണെന്ന് ആര് പറയുന്നു? നീ തന്നെ പറയുന്നു. ഇത് പറഞ്ഞ സമയത്ത് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഒരു ചുവന്ന മേലങ്കി യേശുവിനെ ധരിപ്പിച്ചു. 2, യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ച് അമർത്തി. എന്തമർത്തി? മുൾക്കിരീടം അമർത്തി. ആ മുൾക്കിരീടം യേശുവിൻ്റെ തല വെച്ച് ഞാങ്ങണ കൊണ്ട് അടിച്ചുറപ്പിച്ചു എന്നാണ് പറയുന്നത്. ചാട്ടവാറ പോലെ സാധനമാണ് ഞാങ്ങണയുടെ. ഇത് ഒരു ചെടിയാണ്, വളരെ ലൂസായിട്ടുള്ളൊരു കട്ടിയുള്ള മരമല്ല, നമ്മുടെ കൈത പോലത്തെ ഒരു സാധനമാണ് ഈ ഞാങ്ങണ എന്ന് ബൈബിളിൽ പറയുന്നത്. അത് വെച്ച് ഈ മുൾക്കിരീടം അടിച്ചുറപ്പിച്ചു. ആ മുൾക്കിരീടം അടിപ്പിച്ചുറച്ച സമയത്ത് യേശുവിൻ്റെ ശിരസിൽ നിന്ന് രക്തം വാർന്നൊഴുകി.
ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ പലപ്പോഴും പാപം ചെയ്യുന്ന സമയത്ത് വിവിധ തരത്തിൽ നമുക്ക് പാപങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, പ്രവൃത്തി മൂലമുള്ള പാപം ചെയ്യാൻ പറ്റും. എന്ത് പാപം? പ്രവൃത്തി മൂലമുള്ള പാപം ചെയ്യാൻ പറ്റും. രണ്ട്, ചിന്തയിൽ പാപം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ചിന്തയിൽ പാപം ചെയ്യുന്നത്? ഒരാളെ അടിക്കണമെന്ന് തോന്നി, അടിക്കാനുള്ള ധൈര്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പല്ലൊക്കെ കടിച്ചു പിടിച്ച് നിന്നെ എനിക്ക് കിട്ടട്ടെ, എന്നെങ്കിലും എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ 2 തരും. അല്ലെങ്കിൽ പലതരത്തിൽ ചിന്തയിൽ പാപം നിരൂപിക്കുന്നു. അങ്ങനെ ചിന്തയിൽ പാപം നിരൂപിച്ചാണ് അവസാനം അത് പ്രവൃത്തി പദത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചിന്തയിൽ പാപം നിങ്ങളെ വേട്ടയാടുന്നവരുണ്ടെങ്കിൽ അവരിങ്ങനെ പ്രാർത്ഥിക്കുക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ ശിരസിൽ മുൾക്കിരീടം അടിച്ചു കയറ്റിയപ്പോൾ ശിരസിൽ നിന്ന് വീണ രക്തം എൻ്റെ ശിരസിനെ കഴുകണമേ, എൻ്റെ ചിന്തയെ കഴുകണമേ, എൻ്റെ ബുദ്ധിയെ കഴുകണമേ, എന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പിന്നീട് കാണുന്നു, ഈ മുൾക്കിരീടം വെച്ചതിന് ശേഷം യേശുവിൻ്റെ മുഖത്ത് അടിക്കുന്നു, യേശുവിൻ്റെ താടിമീശ പറിച്ചെടുക്കുന്നു, യേശുവിൻ്റെ മുഖം മറച്ചിട്ട് അടിച്ചിട്ട് ചോദിക്കുന്നു, ആരാണ് അടിച്ചതെന്ന് പ്രവചിക്കാൻ പറയുന്നു. അങ്ങനെ ഈ താടി മീശ പിടിച്ച് വലിക്കുകയും മുഖത്തടിക്കുകയും മൂക്കിലിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ചോര പൊടിയുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് ഒഴുകുന്നു. ഇപ്പം എത്രാമത്തെ സ്ഥലത്താണ് ഈ രക്തം വാർന്ന് ഒഴുകുന്നത്? പോയോ? ഇപ്പം എത്ര സ്ഥലം പറഞ്ഞു? ആദ്യം എവിടെയായിരുന്നു? ഗെത്സെമൻ തോട്ടത്തിലായിരുന്നു. പിന്നെ എവിടെയായിരുന്നു? ഗബാത്ത കൽത്തളത്തിലായിരുന്നു. പിന്നെ എവിടെയായിരുന്നു? വീണ്ടും പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു. അവിടെ വെച്ച് തലയിൽ മുൾക്കിരീടം വെച്ചപ്പോൾ ചോര വരുന്നു, 3ാമത്. 4ാമത് യേശുവിനെ മുഖം മൂടിക്കെട്ടി ഇടിക്കുകയും മൂക്കിലിടിക്കുകയും മുഖത്തടിക്കുകയും അടിച്ചതാരാണെന്ന് പ്രവചിക്കാൻ ആവശ്യപ്പെടുകയും താടി മീശ പറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് ഒഴുകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കാണുന്നു, കാൽവരിയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നു. ആ യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മൾ കാണുന്നു, കുരിശുമായിട്ടാണ് പോകുന്നത്. ആ കുരിശുമായി പോകുന്ന സമയത്ത് 3 പ്രാവശ്യം യേശു കുരിശുമായി താഴെ വീഴുന്നു. ആ താഴെ വീഴുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? യേശുവിൻ്റെ രക്തം മണ്ണിൽ വീഴുന്നു. ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, കായേൻ ആബേലിനെ കൊന്നപ്പോൾ ആബേലിൻ്റെ നിഷ്കളങ്ക രക്തം മണ്ണിൽ വീണപ്പോൾ മണ്ണ് ശപിക്കപ്പെട്ടതായി മാറി, ഭൂമി ഫലം തരാതെയായി മാറി. അങ്ങനത്തെ മണ്ണിലെ ശാപം നീക്കുവാൻ നിഷ്കളങ്ക രക്തം, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം യേശു കാൽവരി മലയിലേക്കുള്ള യാത്രയിൽ താഴെ വീഴുകയും ശരീരത്തിലെ രക്തം മണ്ണിലാവുന്ന സമയത്ത് മണ്ണിലെ ശാപമെടുത്ത് മാറ്റുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ കൃഷിഭൂമി, അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനം, വ്യവസായ സ്ഥാപനം, ജോലി ചെയ്യുന്ന സ്ഥാപനം, അല്ലെങ്കിൽ താമസിക്കുന്ന വീട്ടിലൊക്കെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പോലും അതിന് ഫലസിദ്ധി ഇല്ലാതെ വരുന്നു, ചെടി നട്ടാൽ പൂവുണ്ടാവുന്നില്ല, നാളികേരം തെങ്ങ് നട്ട് കഴിഞ്ഞാൽ മണ്ടരി വന്നു പോകുന്നു, കഴുങ്ങ് നട്ടാൽ മഹാളി വന്നു പോകുന്നു, കുരുമുളക് നട്ടാൽ ധൃതവാട്ടം വന്നു പോകുന്നു, റബ്ബർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പട്ട ചീഞ്ഞു പോകുന്നു. ഇതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ട് കൃഷിഭൂമിയിൽ നിന്ന് ഫലം ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പ്രാർത്ഥനാ ശുശ്രൂഷകളുടെ ഭാഗമാകുന്നു, സ്ഥലം വെഞ്ചരിപ്പൊക്കെ നടത്തിയിട്ടും ഈ മണ്ണ് അതിൻ്റെ ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, കാൽവരി കുരിശുമായി യാത്രയിൽ അങ്ങ് നിലത്ത് വീണപ്പോൾ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് മണ്ണിൽ വീണ രക്തം എൻ്റെ ഭവനത്തിലും എൻ്റെ കോമ്പൗണ്ടിലും എൻ്റെ പറമ്പിലും വസ്തുവകകളിലും ജോലിസ്ഥലത്തും ബിസിനസ് സ്ഥലത്തും യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ശാപം മാറ്റി അനുഗ്രഹമാക്കി മാറ്റണമേ. യേശുവേ നന്ദി,
യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കാണുന്നു, കുരിശുമായിട്ട് കടന്നു പോകുന്നു. ഗാഗുൽത്ത മലയിൽ ചെല്ലുന്ന സമയത്ത് യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ച് കയറ്റുന്നു. ആ യേശുവിൻ്റെ രക്തം മണ്ണിൽ ഒഴുകുന്നു. നമ്മുടെ കൈ കൊണ്ടും കാലുകൾ കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പ്രതിവിധിയായി യേശു രക്തം ചിന്തുന്നു. തുടർന്ന് നമ്മൾ കാണുന്നു, അവസാനം ഗാഗുൽത്തയിൽ കുരിശിൽ നാട്ടിയതിന് ശേഷം യേശുവിൻ്റെ ജീവനുണ്ടോ മരിച്ചോ എന്നൊരു സംശയം. അതുകൊണ്ട് ഏഴാമതായി യേശുവിൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുന്നു, രക്തം ചിന്തുന്നു. ആ രക്തം ചിന്തി യേശു മരിച്ചു എന്ന് ഉറപ്പിക്കുന്നു. എന്നാൽ അവസാനത്തുള്ളി രക്തവും വാർന്നൊഴുകുന്നു. ആ രക്തം, ഹൃദയത്തിൽ കുത്തി ഒഴുകിയ രക്തം, ശാരീരികമായ രോഗങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കട്ടെ. ശാരീരിക രോഗങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ രക്തം നമ്മളെ കഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് കാൽവരി മലയിലേക്കുള്ള യേശുവിൻ്റെ പീലാത്തോസിൻ്റെ അരമനയിൽ നിന്നുള്ള യാത്ര, ആ യാത്രയിൽ യേശുവിനോടൊപ്പം നമുക്ക് അനുധാവനം ചെയ്തുകൊണ്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സഹോദരൻ വിജയൻ മനോഹരമായി ഇത് പാടും. ഇത് വേളാങ്കണ്ണിയിൽ പാടുന്ന പാട്ടാണ്, തമിഴിലുള്ള പാട്ടാണ്. ഇതിനെ മലയാളീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചില വാക്കുകൾക്കൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ മനസ്സിലിത് ഈ ഒരു ചിന്ത ഉണ്ടാവുക. കാൽവരി കുരിശിലേക്ക് നടക്കുന്ന സമയത്ത് യേശുവിൻ്റെ കൈകളിൽ ആണിയടിച്ച് കയറ്റുന്നു, കാലുകളിൽ ആണിയടിച്ച് കയറ്റുന്നു, യേശുവിൻ്റെ ശിരസിൽ മുൾക്കിരീടം വയ്ക്കുന്നു, യേശുവിൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു, യേശുവിനെ ചമ്മട്ടികൾ കൊണ്ട് അടിക്കുന്നു, രക്തം വാർന്നൊഴുകുന്നു. ഈ രക്തം വാർന്നൊഴുകുന്ന സമയത്ത് അത് യേശുവിന് കിട്ടിയ ശിക്ഷ നമുക്ക് രക്ഷയായി മാറും. യേശയ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ ശരീരത്തിലേറ്റ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമെന്ന്. നമുക്ക് യേശുവിനോടൊപ്പം നമുക്ക് ഗാഗുൽത്തയിലേക്കുള്ള യാത്ര കാൽവരി വഴി നമുക്ക് യാത്രയിലാവാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങളെ കൂപ്പി പ്രാർത്ഥനയിലായിരിക്കാം. യേശുവിൻ്റെ രക്തം എൻ്റെ മേൽ വീഴട്ടെ നാഥ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. കാൽവരി മലയിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ യേശുവേ, എന്നെ കഴുകണമേ യേശുവേ, 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 എന്നെ കഴുകണമേ യേശുവേ, ഒരു തുള്ളി രക്തത്താ ഒരു തുള്ളി രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ഗാഗുൽത്തയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. യേശുവിനോടൊപ്പം നമുക്കും യാത്രയാകാം. യേശു മുൻപിൽ കുരിശുമായിട്ട് നടക്കുന്നു. മുൾമുടിയണിഞ്ഞ ശിരസിൽ നിന്നും കൈകൾ ശിരസിൽ ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ, മുൾമുടിയണിഞ്ഞ ശിരസിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ, എന്നെ കഴുകണമേ യേശുവേ.
നമുക്ക് പ്രാർത്ഥിക്കാം. ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ആലോചനയിൽ ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ അങ്ങയുടെ ശിരസിൽ മുൾമുടി അടിച്ചു കയറ്റിയ സമയത്ത്, 72 മുള്ളുകളുള്ള മുൾക്കിരീടം അങ്ങയുടെ ശിരസിൽ അടിച്ചു കയറ്റിയ സമയത്ത് ശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തം എൻ്റെ ശിരസിലൂടെ ഒഴുകട്ടെ. എൻ്റെ ചിന്തയെയും ബുദ്ധിയെയും ആലോചനയെയും എൻ്റെ പ്രവർത്തികളെയും കർത്താവെ വിശദീകരിക്കുകയും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. ആണിത്തുളച്ച കരങ്ങളിൽ നിന്ന് ഇരുകരങ്ങളും ഇരുവശങ്ങളിൽ ഒഴുകിയിറങ്ങിയ രക്തത്താ ഈശോയുടെ കരങ്ങളിൽ ആണി അടിച്ചു കഴുകണമേ യേശുവേ. ആണിത്തുളച്ച കരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. യേശുവേ, 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 എന്നെ കഴുകണമേ യേശുവേ. എന്നെ കഴുകണമേ യേശുവേ. യേശുവിൻ്റെ ഇരു കൈകളിലും ആണി അടിച്ചു കയറ്റിയ സമയത്ത് യേശുവിൻ്റെ കൈകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തികൾ കൈകൾ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. മേലിൽ പാപം ചെയ്യുകയിലും ദൃഢപ്രതിജ്ഞ ചെയ്യാം. കർത്താവേ, എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത്, ചെറുതും വലുതുമായ കാര്യങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബിറ്റ് പേപ്പർ ഉപയോഗിച്ച് കോപ്പി അടിക്കുന്നു, അല്ലെങ്കിൽ വളർന്നു വലുതായതിനു ശേഷം തിന്മ പ്രവർത്തിക്കാൻ, മദ്യം കഴിക്കുവാൻ, അല്ലെങ്കിൽ പുകവലിക്കുവാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മ്ലേച്ഛ പ്രവർത്തി ചെയ്യുവാൻ എൻ്റെ കൈകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാഥ, ഞാനത് ചെയ്യുകയില്ലെന്ന് അങ്ങേക്ക് ഞാൻ വാക്ക് നൽകുന്നു. ആണിത്തുളച്ച കരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. ആണിത്തുളച്ച കരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. യേശുവേ, 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 എന്നെ കഴുകണമേ യേശുവേ. എന്നെ കഴുകണമേ യേശുവേ. സാധിക്കുന്ന ആളുകൾക്കൊക്കെ മുട്ടിന്മേൽ നിൽക്കാം. യേശുവിൻ്റെ കാലുകളിൽ ആണിയടിച്ച് കയറ്റുന്നു. യേശുവിൻ്റെ കാലുകളിൽ ആണിയടിച്ച് കയറ്റുന്ന സമയത്ത് കാലുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം നമ്മുടെ പ്രവർത്തികൾ മൂലം നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാദങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകാൻ വേണ്ടി കാലുകളിൽ ആണിയടിച്ച് കയറ്റുന്നു. ആ മനസ്സിലേക്ക് ആ ചിത്രം കൊണ്ടുവരികയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആണിത്തുളച്ച കാലുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. ആണിത്തുളച്ച കാലുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. എന്നെ കഴുകണമേ യേശുവേ. ഇരുകരങ്ങളും നമുക്ക് നെഞ്ചിലേക്ക് എടുത്തു വയ്ക്കാം. യേശുവിൻ്റെ ഹൃദയത്തിൽ പാർശ്വങ്ങളിലേക്ക് കുന്തം കൊണ്ട് കുത്തുന്നു. അവസാന തുള്ളി രക്തവും വെള്ളവും വാർന്നൊഴുകുന്നു. നമ്മുടെ ഹൃദയത്തിൽ തിന്മ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹരാഹിത്യമുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമെന്ന്.
കുന്തത്തൽ തുളച്ച ബിലാപുരം നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. കുന്തത്തൽ തുളച്ച ബിലാപുരം നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്താ എന്നെ കഴുകണമേ യേശുവേ. യേശുവേ യേശുവേ എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ, യേശുവേ യേശുവേ എന്നെ കഴുകണമേ യേശുവേ. എന്നെ കഴുകണമേ യേശുവേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു തുള്ളി രക്തമെങ്കിലും നമ്മുടെ ശിരസിന്മേൽ വന്ന് വീഴാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കുരിശിൽ ചിന്തിയ രക്തം, രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന് തിരുവചനം പറയുന്നുണ്ടെങ്കിൽ, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആ രക്തം എന്റെ മേൽ വന്ന് വീഴട്ടെ, എന്റെ തലമുറകളുടെ മേൽ വന്ന് വീഴട്ടെ, എന്റെ മക്കളുടെ മേൽ വന്ന് വീഴട്ടെ. ഒരു തുള്ളി രക്തമെങ്കിലും എന്റെ ശിരസിൽ മേൽ വന്ന് വീഴട്ടെ, എന്റെ കുടുംബത്തിൽ വന്ന് പതിക്കട്ടെ. തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. ഒരു തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. ഒരു തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. പിടിച്ചുകൊണ്ട് ഇരുകരങ്ങൾ, ഒരു തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. ഒരു തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. ഒരു തുള്ളി രക്തം എന്റെ മേൽ വീഴട്ടെ നാഥാ. നമുക്കൊരു നിമിഷം മുട്ടിൽമേൽ നിൽക്കാം, പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ തിരുക്കുമാരന്റെ വില തീരാത്ത തിരുരക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അമൂല്യമായ തിരുരക്തം കൊണ്ട് എന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതിനെയും എന്നെ മുഴുവനായും എന്റെ ഭവനത്തെയും അതിന്റെ പരിസരങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കരുണ തോന്നണമേ. യേശുവിന്റെ രക്തം ജയം. കരം ഉയർത്തി പറഞ്ഞു, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ആമേൻ കർത്താവേ, നീ വേഗം വരണമേ. ആമേൻ കർത്താവേ, നീ വേഗം വരണമേ. മാറനാഥ, മാറനാഥ, മാറനാഥ. ആമേൻ.